ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ പിക്കിളാണ്. ഈ ചിക്കൻ അച്ചാർ ഉണ്ടാക്കുന്നതിനുള്ള ഐഡിയ എനിക്ക് തന്നത് എൻ്റെ കസിൻ സിസ്റ്ററാണ്. $350 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, വിനാഗിരി 2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചൂടാക്കണം. ഈ ചൂടായ എണ്ണയിലേക്ക് ഈ ചിക്കൻ ഇടാം. എരിവുള്ള വലിയ കാന്താരി മുളക് 3 ചേർത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ വറുത്ത ചിക്കൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഞാൻ ബാക്കിയുള്ള എണ്ണയിലേക്ക് 50 ഗ്രാം ഇഞ്ചി അരിഞ്ഞത്, 50 ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞത്, 4-5 കാന്താരി മുളക്, അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു പിക്കിളാണ്. അപ്പോൾ ഇത്ര എരിവ് വേണ്ടെങ്കിൽ അതനുസരിച്ച് കാന്താരി മുളകും അല്ലെങ്കിൽ എരിവിൻ്റെ മുളക് പൊടിയും ഒക്കെ ഒന്ന് കുറച്ച് ചേർത്താൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് ആ പൊടികൾ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ അതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർക്കണം. വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. വറുത്ത ചിക്കനും കൂടെ ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ഗരം മസാല പൗഡർ, എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നീട് കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ തിളച്ച ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ അതനുസരിച്ച് ഗരം മസാല അല്ലെങ്കിൽ ഉലുവ ഉപ്പോ എന്തെങ്കിലും നോക്കി ചേർത്തിട്ട് നല്ലതുപോലെ തിളച്ച ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്.